അല്ലടോ, നമ്മൾ ഇത്ര ആളും കേട്ടതൊന്നുമല്ല സത്യം. സത്യം വേറെ എന്തോ ആണ് ഇതിൻ്റെയൊക്കെ ഉള്ളിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയോ ദുരൂഹതകളുണ്ട്. ഞാൻ പറഞ്ഞു വരുന്ന വേറെയൊന്നുമല്ല, നമ്മളെ കൊല്ലസുധീൻ്റെ കാര്യം തന്നെയാണ്. ഈ രേണുവിൻ്റെയും കൊല്ലസുധിയുടെയും കാര്യം മാത്രമേ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലുള്ളൂ. ഇന്നൊരു സ്ത്രീ വന്നിട്ട് പറയുന്നുണ്ട് എന്നെ രണ്ടാമത് കിട്ടിയതാണ്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സുധി വന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഫേക്കാണ്, ശരിയല്ല, ഇവിടെ ആരും ഒളിച്ചോടി പോയിട്ടൊന്നുമില്ല. ആദ്യ ഭാര്യ ഒളിച്ചോടി പോയി മകനെയും എന്നെയും അനാഥരാക്കി എന്നൊക്കെയാണ് സുധി വന്നിട്ട് ചാനലുകളിൽ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ സുധിക്ക് നല്ല രീതിയിലുള്ള ജനപിന്തുണ ലഭിച്ചിരുന്നു. അതായത് ഇതുപോലെ ഈ പിന്നെന്താ പറയണ്ടേ, ആ കുട്ടിയെയും അതുപോലെ തന്നെ ഈ മനുഷ്യനെയും ഒഴിവാക്കിപ്പോയ മൂദേവി എന്നൊക്കെ പറഞ്ഞിട്ട് ആദ്യ ഭാര്യയെ എല്ലാവരും പ്രാഗിയിരുന്നു. ഇപ്പോഴും വന്നിരിക്കുന്ന ഒരു സ്ത്രീ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യത്തെ ഭാര്യ പിണങ്ങിപ്പോയതിന് ശേഷം, വിമല എന്നാണ് ആ സ്ത്രീയുടെ പേര്, അതിനുശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെയാണ് വിവാഹം കഴിച്ചത്. അതായത് ഞാനും കോമഡി ഷോയിലുള്ളതാണ്. പക്ഷെ അവർ പേര് വെളിപ്പെടുത്താനോ അല്ലെങ്കിൽ അവർ വേറെ ഒന്നിനും തയ്യാറല്ല. അവർക്ക് എന്താണ് പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ രേണു സുധി ഏതോ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട് പോലും, ഈ സുധിച്ചേട്ടൻ രണ്ടാമതൊരു കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിലും അത് ഒരു ലിവിങ് ടുഗദർ മാത്രമാണ്. പക്ഷേ ഈ സ്ത്രീ പറയുന്നത് ലിവിങ് ഒന്നുമല്ല, കൃത്യമായിട്ട് മാരേജ് സർട്ടിഫിക്കറ്റ് ഉണ്ട്, അതുപോലെ തന്നെ ഡിവോഴ്സ് ചെയ്തതുണ്ട്. പിന്നെന്ന് പറഞ്ഞാൽ രേണു സുധി കാരണമാണ് എൻ്റെ വിവാഹ ജീവിതം നശിച്ചത് എന്നാണ് ഇവർ പറയുന്നത്. അതായത് ഈ രേണു സുധി കൃത്യമായിട്ട് എല്ലാ ദിവസവും മെസ്സേജ് അയക്കും. അങ്ങനെ മെസ്സേജ് അയച്ച് എൻ്റെ ജീവിതം നശിപ്പിച്ചതാണ്, കൊഞ്ഞാട്ടയാക്കിയതാണ് എന്നാണ് ഈ സ്ത്രീ പറയുന്നത്. അതിന് അവർക്ക് വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷെ അവരുടെ പേര്, അവരുടെ ആ ഒരു ഇത് വലിച്ചിട്ടത് കൊണ്ട് മാത്രം ഇതറിയുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അപ്പോൾ അവരെന്താണ് വിചാരിക്കുക എന്നുള്ളത് കൊണ്ട് മാത്രമാണ് അവരൊരു മറുപടി തന്നിരിക്കുന്നത്. അപ്പോൾ അവരുടെ മറുപടി കേട്ടപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു സംശയമാണ്. അതായത് സുധി അഭിനയിച്ചതാണോ? സുധിയെ ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുന്ന് എണീച്ച് വന്നിട്ട് ഇപ്പം മറുപടി ഒന്നും തരാൻ കഴിയില്ല. അതായത് സുധിയെ നമ്മളെല്ലാവരും ഇഷ്ടപ്പെട്ടതും ശ്രദ്ധിക്കപ്പെട്ടതും എപ്പോഴാണ്? സുധിയെയും മകനെയും ഉപേക്ഷിച്ച് ഒരു സ്ത്രീ ഒളിച്ചോടിപ്പോയി. അതായത് ആദ്യത്തെ ഭാര്യ ഈ പിഞ്ചു കുഞ്ഞിനെയും ഉപേക്ഷിച്ച്. പക്ഷേ ഇപ്പോഴത്തെ ഭാര്യ, ആ ഒരു രണ്ടാമത്തെ ഭാര്യ ഇപ്പോഴേ ഈ പറയുന്ന വോയിസ് ക്ലിപ്പിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ പോയത് നേര് തന്നെയാണ്. പക്ഷേ അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ്റെ ഉപദ്രവം സഹിക്ക വയ്യാതെയാണ് പോയിരിക്കുന്നത്. പിന്നീട് കുഞ്ഞിനെയും കൊണ്ടാണ് അവർ പോയത്. കുഞ്ഞിനെ പിന്നീട് കേസിലൂടെ തിരിച്ചു കൊടുക്കുകയാണ് ചെയ്തത് എന്നൊക്കെയാണ് പറയുന്നത്. അതുപോലെ തന്നെ സുധിയുടെ ജീവിതത്തെ പറ്റിയിട്ട് വളരെ ഇതായിട്ടില്ല. അതായത് വെള്ളം അടിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുപോലെ തന്നെ കാശ് ഉണ്ടാക്കും, കാശില്ലെങ്കിൽ കടം വാങ്ങിക്കും. ഇങ്ങനെയൊക്കെയാണ് പിന്നെ ആരോപണങ്ങൾ പറയുന്നത്. പക്ഷേ ഈ ആരോപണങ്ങളൊക്കെ എത്രത്തോളം ശരിയാണെന്ന് സുധി ജീവിച്ചിരിപ്പില്ല. ഇനി ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ സുധി ഇരിക്കുമ്പോൾ ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു രസമുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴും സുധിയെ പറ്റി നമ്മൾ കുറ്റം പറയുന്നത് യാതൊരു തരത്തിലും നമുക്ക് യോജിക്കാൻ കഴിയില്ല. കാരണം എന്താ വെച്ചാൽ ആ മനുഷ്യൻ ഇപ്പോഴും ജീവിച്ചിരിപ്പില്ല. അതുകൊണ്ട് ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് നമുക്കറിയില്ല. പക്ഷേ ഈ ഇവരെന്താണ് പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, ചാനലിൽ വന്നിട്ട് സുധി ഭയങ്കരമായിട്ട് ഫേക്കായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് വിമലയെ പറ്റിയിട്ട് വളരെ മോശമായിട്ട്, ആദ്യത്തെ ഭാര്യനെ പറ്റിയിട്ട്, ഇപ്പോഴുള്ള ചെറുക്കൻ്റെ അമ്മേനെ പറ്റിയിട്ട് വളരെ മോശമായ കാര്യങ്ങൾ പറഞ്ഞു. അവരാണെങ്കിൽ ഇപ്പോഴും ജീവിച്ചിരിപ്പില്ല, അവരും മരിച്ചിരിക്കുകയാണ്, അവരും ജീവൻ കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഈ സ്ത്രീ പറയുന്ന പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ചാനലിൽ വന്നിട്ട് നമ്മളെ പറ്റി പറയുന്നത്, അപ്പോൾ അന്ന് അവർക്ക് പ്രതികരിക്കാമായിരുന്നു. അതായത് അന്ന് സുധി പറയുന്നത് ശരിയല്ല, സംഭവം ഇതാണ് നടന്നത് എന്ന് പറഞ്ഞിട്ട് അന്ന് പ്രതികരിക്കാമായിരുന്നു. അന്ന് എന്തുകൊണ്ട് പ്രതികരിച്ചില്ല? ഇപ്പോഴെല്ലാം കഴിഞ്ഞതിന് ശേഷം ഈ പശുവും ചത്തും ഊരിലെ പുളിയും പോയി എന്ന് പറഞ്ഞ ആ ഒരു സമയത്ത് വന്നിട്ട് ഇപ്പോഴിങ്ങനെ പ്രതികരിച്ചത് കൊണ്ട് ആർക്കാണ് നേട്ടം? അതാണ് ഞാൻ ആലോചിക്കുന്നത്. അതായത് ഇവർക്കിപ്പോഴെന്ന് പറഞ്ഞാൽ ഇനിയൊരു ഫേസ് കാണിച്ചിട്ട് ഒരു ഇൻ്റർവ്യൂ ഉണ്ടാവുമെന്നൊന്നും പറയാൻ പറ്റൂല. ഇപ്പോഴെല്ലാവരും എന്ന് പറഞ്ഞാൽ അതിൻ്റെ കൂടെ തന്നെയാണ്. നമുക്കറിയാലോ, ഇപ്പോഴെല്ലാവരും രേണുവിൻ്റെ പുറകെ തന്നെയാണ്. രേണുവിൻ്റെ കോപ്രായങ്ങളും കാര്യങ്ങളും നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. ഇനി എന്ത് വലിയ ഇതായാലും ശരി, രേണു അഭിനയിക്കേണ്ടാന്നോ അല്ലെങ്കിൽ രേണു കളിക്കുന്ന ഈ റീൽസോ ഇതൊന്നും നമുക്ക് പ്രശ്നമില്ല. പക്ഷെ ഒരു കോപ്രായമാണ് ഇപ്പോഴും കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ചില ചാനലിൽ വന്നിട്ട് അതുപോലെ തെറി വിളിക്കുക, പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയേണ്ടത്, ഞാൻ ഇങ്ങനെ അഭിനയിക്കുമെന്ന് പറയുക, എനിക്ക് അരി വാങ്ങിക്കാനാണെന്ന് പറയുക, ഇങ്ങനെയുള്ള കുറേ കോപ്രായങ്ങളാണ് ഇപ്പോൾ അവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരു കോപ്രായം ഉള്ളത് കൊണ്ട് തന്നെയാണ് അവർക്ക് ഇത്രയും റീച്ചും കിട്ടുന്നത്. അതായത് അവരെ തെറി പറയുന്ന ജനങ്ങൾ തന്നെയാണ് അവർക്ക് റീച്ചും ഉണ്ടാക്കി കൊടുക്കുന്നത്. ആരും ശ്രദ്ധിക്കാനില്ലെങ്കിൽ പിന്നെ ആരെങ്കിലും കാണുമോ ഈ റീല്? ഇന്നിപ്പോൾ രേണുവിൻ്റെ ഒരു റീൽ ആൾക്കാർ കാണാൻ നിൽക്കുന്നുണ്ടെങ്കിൽ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ആ ഒരു തെറിവിളി, ആ തെറിവിളിയിലൂടെ കിട്ടുന്ന നെഗറ്റീവ് കമൻറ്റ് കൊണ്ടാണ്. ഈ തെറിവിളി എന്ന് നിർത്തുന്ന അന്ന് ഈ രേണുവിൻ്റെ കാര്യം തീരും. അന്ന് രേണുവിനെ ആരും തിരിഞ്ഞു നോക്കാനുണ്ടാവില്ല, ഒരാൾ പോലും ഉണ്ടാവില്ല, ഈ പറയുന്ന റീൽസോളികൾ ഉണ്ടാവില്ല. അതുപോലെ തന്നെ എന്താണ് ഇപ്പം നന്മ മരങ്ങളായി നടക്കുന്ന, ഇല്ലെങ്കിൽ അരി പണിക്കാൻ വേണ്ടി പൈസ കൊടുക്കാൻ നടക്കുന്ന ആൾക്കാർ വരെ ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇപ്പോഴും വല്ല യൂട്യൂബ് ചാനലോ ഇല്ലെങ്കിൽ സ്വന്തമായിട്ട് എന്തൊരു ക്രിയേറ്റിവിറ്റി നടത്തി കഴിഞ്ഞാൽ രേണുവിന് ആയുഷ്കാലം മുഴുവൻ അരി മേടിക്കാം. ഇല്ലെങ്കിൽ യുവമാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് സമയത്ത് വേണമെങ്കിലും വിട്ടേച്ച് പോകും എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, ഈ സൗന്ദര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇന്നും നിലനിൽക്കത്തൊന്നുമില്ല. അതായത് എല്ലാ കാലവും ഞാൻ ഇതുപോലെ ആയിരിക്കും, ഇതൊന്നും ആയിരിക്കില്ല.
ഇപ്പോഴും നമുക്ക് അതും വെച്ചിട്ട് എന്ത് വേണമെങ്കിലും കാട്ടിക്കൂട്ടാം. അപ്പം അതിലേക്കൊന്നുമല്ല ഞാൻ വരുന്നത്. അപ്പം ഇവരെല്ലാവരും കൂടിയിട്ട് എൻ്റെ ജീവിതം തകർത്തു എന്ന് പറയുന്ന ഒരു യുവതി, ആ യുവതി പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനൊരു പ്രാവശ്യം ഷൂട്ടിന് പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഈ സുധി എന്ന് പറയുന്നവൻ രാവിലെ അവിടെ ഉറങ്ങിക്കിടക്കുകയായിരുന്നു. അതിനുശേഷം അയാൾ പോയിട്ട് വെള്ളമടിച്ചു ഓഫായിപ്പോയി. ഓഫായപ്പോൾ ഈ സ്ത്രീ വരുമ്പോൾ ഇവരുടെ ഈ സുധീൻ്റെ മൊബൈലിലേക്ക് ഇങ്ങനെ മെസ്സേജുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മെസ്സേജുകൾ നോക്കിയപ്പോൾ ഈ സ്ത്രീൻ്റെ ആണെന്നാണ് പറയുന്നത്. ആരത് രേണുവിൻ്റെ എന്ന് പറയുന്നത്, അതുപോലെ മറ്റു പലരും അയക്കാറുണ്ട് എന്ന് പറയുന്നത്. അങ്ങനെ സുധിയുമായിട്ട് പ്രശ്നമാകുന്നു. അന്ന് തന്നെ സുധിയെ അവിടെ ആ വീട്ടിൽ നിന്നും ഇറക്കി വിടുകയാണ്. അതായത് ഭാര്യ വീട്ടിൽ തന്നെയാണ് താമസിക്കുന്നത്. അപ്പം അങ്ങനെ ഇറക്കി വിട്ടതിന് ശേഷമാണ് ഈ പിന്നെ രണ്ടാമത്, അതായത് സുധി വന്നിട്ട് ഇവരുടെ കാല് പിടിക്കാൻ വരുന്നുണ്ട്, എനിക്കൊരു അബദ്ധം പറ്റിപ്പോയതാണ്. പക്ഷേ ഈ സ്ത്രീ പറഞ്ഞു വേണ്ട, നമുക്ക് ഡിവോഴ്സ് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ 5 വർഷത്തെ ദാമ്പത്യ ജീവിതം അവർ അവിടെ വെച്ചിട്ട് നിർത്തുകയാണ് ചെയ്തത്. അപ്പോൾ ഇത് എവിടെയും അവർ പറഞ്ഞില്ല, സുധിയും പറഞ്ഞിട്ടില്ല, ഇതുവരെ അവരും പറഞ്ഞിട്ടില്ല. പക്ഷേ നമ്മൾ കേട്ടതൊക്കെ സുധി പറഞ്ഞ പല കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫേക്കായിട്ട്, അയാൾ എന്ന് പറയുന്ന അയാളുടെ ജീവിതം തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും ഇങ്ങനെ ആലോചിക്കാറുണ്ട്. അയാൾക്ക് ഒരുപാട് സ്റ്റേജ് ഷോസ് ഉണ്ട്, അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഒരു പ്രധാനപ്പെട്ട ചാനലിൽ എല്ലാ ദിവസവും അയാളുണ്ട്. മറ്റു പലരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ഈ സ്റ്റാർ മാജിക്കിലൊക്കെ എന്ന് പറഞ്ഞാൽ വല്ലപ്പോഴും മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷേ ഈ കൊല്ല സുധിയും അതുപോലെ തന്നെ നമ്മുടെ പിന്നെ അടിമാലിയും ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ സ്ഥിരമായിട്ടുള്ളതാണ്. അപ്പോൾ സ്ഥിരമായിട്ടുള്ളവർക്ക് എന്ന് പറഞ്ഞാൽ നല്ല പൈസ കിട്ടുന്നതല്ലേ, ആ പൈസക്ക് ഇവർക്ക് വീടും സ്ഥലവും ഒക്കെ വെക്കാലോ. എന്തുകൊണ്ടാണ് ഇയാളിങ്ങനെ ദരിദ്രനായി പോയതെന്ന് മനസ്സിലാക്കിയത് ഞാൻ ഈ ഫോൺ കേട്ടപ്പോഴാണ്. കാരണം അയാൾ നല്ല രീതിയിൽ ജീവിതം ആഘോഷിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ്. പിന്നെന്ന് പറഞ്ഞാൽ മോളെ മോനെ എന്നൊക്കെ വിളി അവരിയുണ്ട് എന്നാണ് പറയുന്നത്. അതായത് രേണു സുധീനെ മാത്രമല്ല അങ്ങനെ വിളിക്കുന്നത്, ആ ഒരു വിളിയിലാണ് ഞാനും കൂടി വീണുപോയത് എന്നാണ് ഈ പുള്ളിക്കാരിയും പറയുന്നത്. ഇപ്പോഴവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ജീവിതമാണ്, അവർക്ക് വേറെ ഭർത്താവുണ്ട്, കുഞ്ഞുങ്ങൾ, ഇതൊക്കെ ഉണ്ട്. പക്ഷേ അവരിത് പറയാനുള്ള കാരണം ഞാൻ ആദ്യം പറഞ്ഞല്ലോ, അതായത് ഇവരേതോ ഒരു ഇൻ്റർവ്യൂവിൽ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞത് കൊണ്ട് മാത്രമാണ് അവർ വന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ മനസ്സിലാക്കുന്നൊന്നുമല്ല സത്യം. നമ്മൾ പലരെയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശക്കാരായിട്ട് ഇപ്പോൾ ഇന്ന് വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പിന്നെ എന്താ ഇവർ ഉപേക്ഷിച്ച് പോയൊരു സ്ത്രീ, അതായത് വിമല എന്ന് പറയുന്ന ആ ഒരു സഹോദരി, അവരിവർ ഉപേക്ഷിച്ച് പോയതുകൊണ്ട് നമ്മളെല്ലാവരുടെയും ശത്രുക്കളായിരുന്നു. പക്ഷെ അതല്ല സത്യം. ഇന്ന് ആ ഒരു വോയിസ് ക്ലിപ്പ് പുറത്ത് വന്നപ്പോഴേ നമുക്ക് മനസ്സിലായില്ലേ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇവരൊക്കെ പറയുന്നത് ഈ എന്താ പറയുക ഓൺ സ്ക്രീനിൽ പറയുമ്പോൾ നമ്മളെല്ലാം വിശ്വസിക്കും. പക്ഷേ അതിൻ്റെ ഉള്ളിൽ വേദനിക്കുന്ന മറ്റൊരാളുണ്ടാകും എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ കേൾക്കുന്നത് മുഴുവൻ ശരിയാണ്, അല്ലെങ്കിൽ ഇതാണ് ശരി എന്നൊന്നും ധരിക്കാൻ പാടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ആ സ്ത്രീയും മരിച്ചു, അതുപോലെ തന്നെ സുധിയും മരിച്ചു, എല്ലാവരും മരിച്ചു. അത് ഇനിയിപ്പോഴെന്ന് പറഞ്ഞാൽ ആ പയ്യൻ മാത്രമേ ഉള്ളൂ. ആ പയ്യൻ ഇത് കേട്ടിട്ടെങ്കിലും മനസ്സിലാക്കട്ടെ, തൻ്റെ അമ്മ നല്ല അമ്മയായിരുന്നു. അമ്മ പിന്നെ പിണങ്ങിപ്പോയതിന് ശേഷവും ഈ പയ്യന് ഡ്രസ്സ് കൊടുക്കാറുണ്ട്, അതുപോലെ തന്നെ സൈക്കിൾ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ സഹായം ചെയ്യുന്ന ഒരു നല്ല വ്യക്തിയാണ് ഈ പയ്യൻ്റെ അമ്മ എന്ന് പറയുന്നുണ്ട്. പക്ഷെ അവരുടെ ജീവിതത്തിൽ എന്താ സംഭവിച്ചതെന്ന് നമുക്കറിയില്ല. ഒരു പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ്റെ ഈ പിന്നെ വെള്ളടിയും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ താളം തെറ്റിയ ജീവിതവും തന്നെയാകാം. പിന്നെയെന്ന് പറഞ്ഞാൽ വീട്ടുകാർ ഉപേക്ഷിച്ചു എന്ന് പറയുന്നതും കള്ളമാണെന്ന് പറയുന്നുണ്ട്. അതായത് ഇവൻ്റെ ജ്യേഷ്ഠനും അതുപോലെ തന്നെ പിന്നെ ജ്യേഷ്ഠൻ്റെ ഭാര്യക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഈ പയ്യനാ അവർ തന്നെയായിരുന്നു നോക്കുന്നത്. അതുപോലെ അവർക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇവൻ എന്താണ് പറഞ്ഞത്, ഈ പയ്യനെ നോക്കാൻ ആളില്ലാത്തത് കൊണ്ട് ഞാൻ ഓരോ പ്രോഗ്രാമിന് പോകുമ്പോഴും ആ പയ്യനെ പിന്നെ ആ ഒരു കൊച്ചു ചെറുക്കനെ ഞാൻ സ്റ്റേജിൻ്റെ അവിടെ ഉറക്കി കിടത്തിയിട്ടാണ് ഞാൻ പ്രോഗ്രാം ചെയ്യാറ് എന്നാണ് സുധി പണ്ട് പറഞ്ഞത്. എന്നിട്ട് സുധി പിന്നെ മറ്റേ ഇതും കാണിക്കാറുണ്ട്, 2 കണ്ണ് തുടക്കലും. അപ്പോൾ ഇങ്ങനെയൊക്കെ ആകുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ പെട്ടെന്ന് തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരും. അത് തന്നെയാണ് ഈ കൊല്ലസുധിക്ക് ഇത്രയും കൂടുതൽ പിന്തുണ നേടിക്കൊടുത്തത്. അതായത് ഈ വിമല എന്ന് പറയുന്ന സ്ത്രീ ചതിച്ചു പോയതിന് ശേഷം ഈ അച്ഛൻ്റെയും അതുപോലെ ഈ മകൻ്റെയും ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഞ്ഞാട്ടയായിരുന്നു. അപ്പോൾ അതാണ് ഇപ്പോഴും തിരുത്തി കുറിച്ചുകൊണ്ട് ഒരു യുവതി രംഗത്ത് വന്നിരിക്കുന്നത്. നമ്മൾ അതൊന്നുമല്ല സത്യം ഇതാണ് എന്ന് പറഞ്ഞിട്ട്. ഏതായാലും കൂടുതൽ വിവരങ്ങൾ ഇനിയിപ്പോഴും അടുത്ത വരും മണിക്കൂറുകളിൽ ചിലപ്പോഴും തന്നെ രേണു സുധി പറയാനുള്ള ചാൻസ് എല്ലാം കാണുന്നുണ്ട്. രേണു സുധിക്ക് എന്താണ് പറയാനുള്ളത് നമുക്ക് നോക്കാം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് ബൈൻഡപ്പ് ചെയ്യാൻ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒരു ലൈക്ക് എനിക്ക് നിർബന്ധമായിട്ടും തരണം. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തീർച്ചയായിട്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കോ. നന്ദി, നമസ്കാരം.